വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പിടിയിലായി. കുപ്രസിദ്ധ മോഷ്ടാവ് ആലപ്പുഴ സ്വദേശി രാഹുലാണ് പിടിയിലായത്. മറ്റൊരു പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി നേതാക്കളെ ഒഴിവാക്കി ഇഡി കുറ്റപത്രം ഫയൽ ചെയ്തു. 23 പേരെ പ്രതികളാക്കിയാണ് കലൂർ PLM കോടതിയിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ഇഡിയുടെ അന്തിമ കുറ്റപത്രം സത്യത്തെ കുഴിച്ചുമൂടുന്നതാണെന്ന് CPM. ഇഡി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ചാവക്കാട് മണത്തലയിൽ ടോറസ് ലോറിയുടെ പുറകിൽ സ്കൂൾ ബസ്സിടിച്ച് 21 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാവക്കാട് നാഷണൽ ഹുദ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മീനഭരണിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. തൃച്ചന്ദന ചാർത്തും അശ്വതി കാവുതീണ്ടലും ഈ മാസം 31-ന്. ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങുന്നു. ഇറിഡിയം നിക്ഷേപ തട്ടിപ്പ് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നഗരസഭാ കൌൺസിലർ TK ഷാജു നിരാഹാര സമരത്തിലേക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പിടിയിലായി. കുപ്രസിദ്ധ മോഷ്ടാവ് ആലപ്പുഴ സ്വദേശി രാഹുലാണ് പിടിയിലായത്. ഒപ്പം രക്ഷപ്പെട്ട വടിവാൾ വിനീതിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. അകമ്പാടം കാട്ടിൽ നിന്നാണ് രാഹുലിനെ പിടികൂടിയത്. ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ വേണാട് എക്സ്പ്രസിൽ കൊണ്ടുവന്നിരുന്ന 2 പ്രതികളാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്ന പ്രതികൾ എതിർവശത്തെ ട്രാക്കിലൂടെ വന്നിരുന്ന ധാൻബാദ് ട്രെയിനിന്റെ മുൻവശം വഴി മറുവശത്തേക്ക് ചാടി പരിസരത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. 2 പേരുടെയും കൈവിലങ്ങ് അഴിച്ചിരുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് എളുപ്പമാക്കി. ചരൽപ്പറമ്പിൽ രക്ഷപ്പെട്ട് പ്രതികൾ എത്തിയെന്ന് പ്രദേശവാസിയായ തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അകമ്പാടത്തുനിന്ന് രാഹുലിനെ പോലീസ് പിടികൂടിയത്. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി നേതാക്കളെ ഒഴിവാക്കി ഇഡി കുറ്റപത്രം ഫയൽ ചെയ്തു. 23 പേരെ പ്രതികളാക്കിയാണ് കലൂർ PLM കോടതിയിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. പോലീസ് കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായാണ് ഇഡിയുടെ കുറ്റപത്രം. ഇഡി അന്വേഷിച്ചത് ഹൈവേ കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് മാത്രമാണ്. ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ധർമ്മരാജ് ഡ്രൈവർ ഷംജീറിന്റെ പക്കൽ കൊടുത്തുവിട്ട 3,56 ലക്ഷം രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ബിജെപി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിച്ച പണമാണെന്ന സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തൽ ഇഡി തള്ളി. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയിരുന്നു. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുക്കളും ഇഡി കണ്ടുകെട്ടിയിരുന്നു. കൊടകര കുഴൽപ്പണ കേസിലെ ഇഡിയുടെ അന്തിമ കുറ്റപത്രം സത്യത്തെ കുഴിച്ചുമൂടുന്നതാണെന്ന് CPM ജില്ലാ കമ്മിറ്റി. ബിജെപി ഓഫീസിൽ ചാക്കുകെട്ടുകളിൽ കള്ളപ്പണം ഇറക്കിയതിന് ദൃക്സാക്ഷിയാണെന്ന് ബിജെപി ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി പോലും എടുക്കാതെയാണ് ഇഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കേരള പോലീസ് പണത്തിന്റെ സ്രോതസ് മറ്റു സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണ കേസായതിനാൽ ഇഡിയാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് ഔദ്യോഗികമായി തന്നെ കേരള പോലീസ് രേഖാമൂലം ഇഡിയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൊടകര കുഴൽപ്പണ കേസ് അടിവരയിടുന്നതെന്ന് CPM ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ദേശീയപാത മണത്തലയിൽ ടോറസ് ലോറിയുടെ പുറകിൽ സ്കൂൾ ബസ്സിടിച്ച് 21 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മുന്നിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പിന്നിലുണ്ടായിരുന്ന സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ചാവക്കാട് നാഷണൽ ഹുദ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളെ സന്ദർശിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ നടന്നു. പൂജാവിധികൾ പൂർത്തിയാക്കിയ ശേഷം വടക്കേ നടയിലാണ് കോഴിക്കല്ല് മൂടൽ നടന്നത്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലുള്ള ദീപസ്തംഭത്തിന് താഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്ത് മൂടി മൺതിട്ടയുണ്ടാക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ രാകേഷ്, തച്ചോളി തറവാട്ടിലെ
കോഴി ഹാജരുണ്ടോ എന്ന് 3 വട്ടം വിളിച്ചു ചോദിച്ചു. വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യം കോഴിയെ സമർപ്പിച്ചു. തുടർന്ന് വിവിധ ദിക്കുകളിൽ നിന്നുമെത്തിയ ഭക്തർ ദേവിക്ക് പട്ടും കോഴിയും സമർപ്പിച്ചു. കോഴിക്കല്ലി മൂടൽ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടിന്റെ ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ അരമണിക്കിലുക്കത്തിന്റെ നാളുകൾ. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദന ചാർത്ത പൂജയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവുതീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടി കുശ്മാമണ്ഡ ബലിയർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷം സമാപിക്കും. ആറാട്ടുപുഴ പൂരപ്പാടം ആറാട്ടുപുഴ പൂരത്തിന് സജ്ജമാക്കി തുടങ്ങി. തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള പൂരപ്പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാടം ഉഴുതുമറിക്കുന്നതോടുകൂടി തറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സുഷിരങ്ങൾ തുറക്കുകയും സുഷിരങ്ങൾ വഴി വെള്ളം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും. കാലം തെറ്റിവരുന്ന വേനൽ മഴയിലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഭൂമി ഉഴുതുമറിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണവും ഭക്തി നിർഭരവുമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്ത് വെച്ചാണ്. തൃപ്രയാർ തേവർ, ഉരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി, ചാത്തുകടം ശാസ്താവ്, തൊട്ടിപ്പാൾ ഭഗവതി, നെട്ടിശ്ശേരി ശാസ്താവ്, പൂനിലാർക്കാവ് ഭഗവതി, കടുപ്പശ്ശേരി ഭഗവതി, ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി എന്നീ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും ആറാട്ടുപുഴ പൂരപ്പാടത്ത് വെച്ചാണ്. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. ഇറിഡിയം നിക്ഷേപ തട്ടിപ്പിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നഗരസഭാ കൌൺസിലർ TK ഷാജു നിരാഹാര സമരത്തിലേക്ക്. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് TK ഷാജു അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഇറിഡിയം നിക്ഷേപ തട്ടിപ്പിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ നിക്ഷേപകരിൽ അമർഷമുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്നും പ്രതികളെ ഒഴിവാക്കി അവർക്ക് നാട് വിടുന്നതിനുള്ള അവസരം ഒരുക്കുന്നതായാണ് നിക്ഷേപകരുടെ ആക്ഷേപം. തട്ടിപ്പിലെ പ്രധാനികൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസിനെ പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഇതിനിടയിൽ പരാതിക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട്. പരാതി നൽകാതിരുന്നാൽ നിക്ഷേപത്തുക തിരികെ നൽകാമെന്ന വാഗ്ദാനമാണ് ഇക്കൂട്ടർ നൽകിയിരിക്കുന്നത്. പരാതിപ്പെടാത്തവർക്ക് ഈ മാസം 23-നുള്ളിൽ നിക്ഷേപം തിരികെ നൽകുമെന്നാണ് ആദ്യം ഉറപ്പു നൽകിയിരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം അവർ ഈ നിലപാട് മാറ്റി. പലരോടും ഈ മാസം 30-ന് നിക്ഷേപം തിരികെ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പലരും പരാതി നൽകാൻ മടിക്കുന്നതായാണ് സൂചന. ജില്ലയിൽ ഒരു അഭിഭാഷകനും കലാകാരനും ഉൾപ്പെടെ 36ഓളം പേർക്ക് 3.5 കോടി രൂപയാണ് ഇറിഡിയം തട്ടിപ്പിലൂടെ നഷ്ടമായതെന്ന് കണക്കാക്കപ്പെടുന്നു. പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി, ഇരിങ്ങാലക്കുട സ്വദേശി ജിഷ, മാപ്രാണം സ്വദേശി പ്രസീത എന്നിവർക്ക് എതിരെയാണ് മാടായിക്കോണം സ്വദേശി മനോജ് നൽകിയ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ തട്ടിപ്പിലെ പ്രധാന കണ്ണിയായ ഹരിസ്വാമി എന്ന വ്യക്തി 13 വർഷം മുമ്പ് തന്നെ നാഗമാണിക്യം തട്ടിപ്പ് കേസിലും പിടിയിലായിട്ടുണ്ട്. ഇയാൾ നിക്ഷേപത്തിന് തെളിവ് നൽകാറില്ല. പകരം തിരികെ കിട്ടുമെന്ന് പറയപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരംശത്തിനുള്ള തുകയ്ക്ക് തുല്യമായ കറൻസിയിൽ ഒപ്പിട്ട് നൽകുകയാണ് പതിവ്. പണം നൽകിയതിന് തെളിവില്ലാത്തതിനാലാണ് കേസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. പണം നൽകിയതിനോ സ്വീകരിച്ചതിനോ അക്കൗണ്ടിൽ തെളിവുകളോ ചെക്ക് മുതലായ രേഖകളോ ഇല്ല. ഒരാൾ രൂപ ഒട്ടിച്ച പേപ്പറിൽ ഒപ്പിട്ട് നൽകിയാൽ അത് പണമിടപാടിന് തെളിവാകുന്നില്ല എന്നതാണ് നിയമം. ഇക്കാര്യമെല്ലാം മനസ്സിലാക്കി ആസൂത്രിതമായ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. TCV ഇരിങ്ങാലക്കുട. എരുമപ്പെട്ടി കുണ്ടന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാഞ്ഞിരക്കോട് സ്വദേശി നിഷാദാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ മാവിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയുടെ പുറകിൽ ബൈക്കിടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായിരുന്ന നിഷാദിന് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്ക് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിഷാദ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ
ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ചാലക്കുടിയിൽ വ്യാജ മയക്കുമരുന്ന് കേസിലെ പ്രതി നാരായണദാസിനെ പിടികൂടാനാവാതെ പോലീസ്. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്താണ് നാരായണദാസ്. ഷീല സണ്ണിയുടെ ബാഗിലെ വ്യാജ മയക്കുമരുന്ന് സംബന്ധിച്ച് എക്സൈസിനെ തെറ്റിദ്ധരിപ്പിച്ചത് ഇയാളാണെന്ന് കണ്ടെത്തിയിരുന്നു. നാരായണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. തൃപ്പൂണിത്തുറ എരൂരിലാണ് നാരായണദാസിന്റെ വീട്. പണത്തട്ടിപ്പ് കേസിൽ ഇയാൾക്കെതിരെ നേരത്തെ കേസുണ്ട്. നാരായണദാസ് ബാംഗ്ലൂരിലുണ്ടെന്നാണ് പോലീസിന് ഒടുവിൽ ലഭിച്ച സൂചന. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. BJP പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് പങ്ങാരപ്പള്ളി മംഗലംകുന്ന് വെളുത്തേടത്ത് V ഗിരീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു പേരിലാണ് ഗിരീഷ് വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. സൈബർ സെൽ നടത്തിയ പരിശോധനയിലാണ് ഗിരീഷാണ് വ്യാജ പേരിൽ സന്ദേശം അയക്കുന്നത് എന്ന് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു അറസ്റ്റ്. വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ഏഴാറ്റുമുഖം ഗണപതിയെത്തി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇറങ്ങിയ കാട്ടാന നിരവധി വീട്ടുപറമ്പുകളിലെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. ചൂളക്കടവിലെ മമ്പാട്ട് മാലതി, മമ്പാട്ട് ഇന്ദിര, തണലി സത്യൻ എന്നിവരുടെ വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. വെട്ടിക്കുഴി, പീലാർമൊഴി, കോട്ടമല, രണ്ടുകൈ തുടങ്ങിയ സ്ഥലങ്ങളിലെ വീട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതിയെ കൊണ്ട് പൊറുതിമുട്ടി. ഇതിനിടെ ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണമുള്ളതായും പറയുന്നു. എത്രയും വേഗം ഏഴാറ്റുമുഖം ഗണപതിയെ വനംവകുപ്പ് പിടികൂടി ഉൾക്കാട്ടിലെത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒമ്പത് വയസ്സുകാരിയായ മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പിതാവിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് 48-കാരനായ പിതാവിനെ ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമാധവൻ ശിക്ഷിച്ചത്. 2013 ഏപ്രിൽ മാസം മുതൽ 2016 ഫെബ്രുവരി 21 വരെയുള്ള കാലയളവിനുള്ളിൽ വാടക വീട്ടിൽ വെച്ച് മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നികൾ വാഴ കൃഷി നശിപ്പിച്ചു. തയ്യൂർ അമ്പക്കാട്ട് പ്രഭാകരന്റെ കൃഷിയിടത്തിലെ 150ഓളം വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഭൂരിഭാഗം വാഴകളുടെയും കടഭാഗം തുരന്ന് കിഴങ്ങ് ഭക്ഷിച്ച നിലയിലാണ്. ഏതാനും വാഴകളുടെ തണ്ടും കുത്തിച്ചതച്ച് നശിപ്പിച്ചിട്ടുണ്ട്. 70 ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളും 70 കദളി വാഴകളുമാണ് തോട്ടത്തിൽ ഉണ്ടായിരുന്നത്. പെരിഞ്ഞനം ദുർഗാനഗറിൽ MDMAയുമായി യുവാവ് പിടിയിൽ. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ ആകാശനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടത്തിവരവെയാണ് MDMAയുമായി യുവാവ് പിടിയിലായത്. ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി കടങ്ങോട് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്ക് 15 കോടി, കാർഷിക മേഖലയിൽ 2.03 കോടി രൂപയും 1 കോടി രൂപ നെൽകൃഷിക്കും അനുവദിച്ചിട്ടുണ്ട്. പ്രവാസികൾക്കും വനിതകൾക്കും സ്വയം തൊഴിൽ സഹായത്തിന് വേണ്ടിയും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഞ്ചയ പദ്ധതിക്ക് 3 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സഹായം കൊണ്ട് നമ്മുടെ കടങ്ങോട് പഞ്ചായത്ത് ബഡ്ജറ്റ് യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. LDF ഭരണസമിതിയുടെ ബജറ്റ് ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ലൈഫ് പദ്ധതി, കുടിവെള്ള പദ്ധതികൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ നിർമ്മാണം, SC/ST ആനുകൂല്യങ്ങൾ, അംഗൻവാടികളുടെ മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. വികസനം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി പ്രദേശത്ത് മാത്രമാക്കി ഒതുക്കിയെന്നും കോൺഗ്രസ് മെമ്പർമാരായ സൈബുന്നിസ ഷറഫു, രജിത ഷാജി, ജോളി തോമസ് എന്നിവർ ആരോപിച്ചു.
ഇത് കഴിഞ്ഞ വർഷത്തെ 2024-25 ബജറ്റില് അതേ സംഭവം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പുരോഗതിയില്ല, ഒരു ഫണ്ട്, ഒരു വർക്കുകളും നടന്നിട്ടില്ല. 18 വാർഡുകളിലും, ഞങ്ങളെ 3 വാർഡുകളിലും മാത്രമല്ല 18 വാർഡുകളിലും വളരെയധികം എല്ലാ കാര്യങ്ങളിലും വളരെയധികം തോൽവിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബജറ്റ് ഊതി വീർപ്പിച്ച ബലൂൺ പോലെ തന്നെയാണ്. ഇനി നമ്മളെ വാർഡുകളിലൊക്കെ കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച ബജറ്റ് പ്രഹസനവും യുവജന വിരുദ്ധവും സാധാരണ ജനത്തോട് നീതി പുലർത്താത്തതുമാണെന്ന് ആരോപിച്ച് ബിജെപി മെമ്പർമാർ ബജറ്റ് കരട് രേഖ കത്തിച്ചു പ്രതിഷേധിച്ചു. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ബിജെപി മെമ്പർമാരും LDF അംഗങ്ങളും രൂക്ഷമായ വാക്കേറ്റം നടന്നു. ബഡ്ജറ്റിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തി ബിജെപി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, ധനീഷ് വിജയൻ എന്നിവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഡ്ജറ്റ് കോപ്പി കത്തിച്ചു പ്രതിഷേധിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ തുക മാറ്റിവെച്ചിട്ടും പദ്ധതിയിൽ നടപ്പിലാക്കാത്ത ഭരണസമിതി ഇത്തവണയും കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ ഫോട്ടോ കോപ്പി അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ബിജെപി മെമ്പർമാർ ആരോപിച്ചു. ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എല്ലാ മേഖലയിലേക്കും അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം ഉണ്ടായത്. സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു പൈസ പോലും മാറ്റിവെക്കാതെ പാവപ്പെട്ട ആളുകൾക്ക് ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ടോയ്ലറ്റ്, കക്കൂസില്ലാത്ത വീടുകൾ ഉണ്ടായിട്ട് പോലും ഒരു രൂപ പോലും അതിന് മാറ്റിവെച്ചിട്ടില്ല. ഈ കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിരുന്നു ജലജീവൻ പദ്ധതി. ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 5300ഓളം കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം നേരിട്ട് കിട്ടേണ്ട പദ്ധതിയാണ്. ഒരു രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല. മാത്രമല്ല, കേന്ദ്ര പദ്ധതികളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടിരിക്കുക. കായിക താരങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ മുഴുവൻ യുവാക്കൾക്കും യുവജന വിരുദ്ധ ബഡ്ജറ്റാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖലയെ പാടെ തകർക്കുന്നു, കാർഷിക മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള ജനദ്രോഹ ബഡ്ജറ്റാണ് ഇന്ന് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ദിവസം ഇവിടെ നടന്നിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് മെമ്പർമാർ എന്ന നിലയ്ക്ക്. ഞങ്ങൾ ഈ പ്രതികരണം ഈ ജനങ്ങളെ അറിയിക്കുന്നതിന്റെ ഭാഗമായി ജനകീയ പ്രക്ഷോഭങ്ങൾ വരെ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കേണ്ടി വരും. കടങ്ങോട് പഞ്ചായത്ത് ബഡ്ജറ്റിനെതിരെ കോൺഗ്രസും ബിജെപിയും ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. സർവ്വ മേഖലകൾക്കും പ്രാധാന്യം നൽകിയ ജനകീയ ബഡ്ജറ്റിൽ പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള കോൺഗ്രസ് അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. കരട് പദ്ധതി ആയതിനാൽ കൂട്ടിച്ചേർക്കലുകൾ ചെയ്യാവുന്നതാണ്. എന്നാൽ അഭിപ്രായം പോലും പറയാതെ ചർച്ച നടക്കുന്ന സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയെന്നും വികസനം തടയുക എന്നത് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ലക്ഷ്യമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ബജറ്റ് എന്താണ് എന്ന് പറയുമ്പോഴേക്കും ബജറ്റ് വേളയിൽ ഇറങ്ങിപ്പോയ കോൺഗ്രസ്, അതിന്റെ മെമ്പർമാർ ഈ ധനകാര്യ കമ്മിറ്റിയുടെ അംഗങ്ങളും കൂടിയാണ്. വാർഡിലെ വിഷയങ്ങൾ മാത്രം അവതരിപ്പിച്ച് ഒരു പ്രതിഷേധ ഇറങ്ങിപ്പോക്ക് അവർ നടത്തി. അതുപോലെ തന്നെ BJPയുടെ മെമ്പർമാർ ബഡ്ജറ്റിന്റെ കോപ്പി കത്തിക്കുക എന്നുള്ള അളവിലേക്ക് എത്തിച്ചേർന്നു. അവരോടും പറയാനുള്ളത്, അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതങ്ങളാണ്. ബജറ്റ് ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും അതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കുന്നതിനും വേണ്ടി ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ധനകാര്യ കമ്മിറ്റി അംഗീകരിച്ച് അവതരിപ്പിച്ച ബജറ്റാണ്. ഈ പ്രതിഷേധങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും തടസ്സം നിൽക്കുന്ന രണ്ട് കക്ഷികളാണ് BJPയും കോൺഗ്രസും എന്നാണ് പറയുന്നത്. ആ രണ്ട് കക്ഷികളെയും ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമ്മൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുലിഭീതി നിലനിൽക്കുന്ന ചിറങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ്. വർഷങ്ങളായി പ്രവർത്തനം നിലച്ച കൊരട്ടി വൈഗൈ ത്രെഡ്സ് കമ്പനി പറമ്പ്, ഖന്നാനഗർ കേന്ദ്ര സർക്കാർ അച്ചുകൂടം എന്നിവ കേന്ദ്രീകരിച്ച് 5 ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് സ്ഥാപിച്ച 4 ക്യാമറകളിൽ നിന്ന് ഇതുവരെയും വന്യജീവികളുടെ സാന്നിധ്യം ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ക്യാമറകൾ കൊണ്ടുവരുന്നത്. 2 സ്ഥാപിച്ച കെണിക്കൂടുകളും വെറുതെ കിടക്കുകയാണ്. ഇതിനിടെ പലയിടത്തും പതിഞ്ഞ കാൽപ്പാടുകൾ പരിശോധനയിൽ പുലിയുടേതല്ലെന്ന് വ്യക്തമായി. ഇതിനിടെ പലരും പ്രദേശത്ത് കുറുനരികളെ കണ്ടെത്തുകയും ചെയ്തു. തുമ്പൂർമുഴി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഓഫീസിൽ കയറിക്കൂടിയ രാജവെമ്പാലയെ വനംവകുപ്പിന്റെ RRT സംഘം പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് 9 അടി നീളമുള്ള രാജവെമ്പാല ഓഫീസിനകത്ത് കയറിയത്.
ചാലക്കുടിയിൽ നിന്നെത്തിയ സംഘം പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ നായരങ്ങാടി സ്വദേശി വിളക്കത്തറ വീട്ടിൽ അനൂപാണ് അറസ്റ്റിലായത്. ഒല്ലൂർ സ്വദേശിനിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കുകയും 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. പുതുക്കാട് SHO വി സജീഷ് കുമാർ, ASI ധനലക്ഷ്മി, സീനിയർ CPOമാരായ VD അജി, സുജിത് കുമാർ, CPO കിഷോർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കടുത്ത വേനൽ ചൂടിനിടയിലും ഉമാദേവിയുടെ വീട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക് പൂക്കളാണെന്ന് തോന്നുമെങ്കിലും സംഗതി ഒറിജിനലാണ്. മാള വലിയപറമ്പ് സ്വദേശി മേനോക്കിൽ ഉമാദേവിയുടെ വീടിനെയാണ് ക്യാറ്റ്സ് ക്ലോ പൂക്കൾ മൂടിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സെക്രട്ടറിയായ ഭർത്താവ് ശശീന്ദ്രൻ പിള്ളയും സഹോദരി ഉഷാദേവിയും ചെടി പരിപാലനത്തിൽ ഒപ്പമുണ്ട്. മാർച്ച് മാസത്തിലാണ് പൂവിടുന്നത്. ഒരു പൂവിന്റെ ആയുസ് 2-3 ദിവസം മാത്രമാണ്. ഒരാഴ്ച കഴിയുന്നതോടെ പൂക്കാലം അവസാനിക്കും. 7 വർഷം മുൻപാണ് ഉമാദേവി കുന്നംകുളത്ത് നിന്ന് ചെടി വാങ്ങി വീടിനോട് ചേർന്ന് നട്ടത്. നിറയെ ഇലകളുള്ള ചെടി വീടിനെ മൂടി വളർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ പൂവിട്ടു. പൂക്കളിൽ നിറയെ ചെറു തേനീച്ചകൾ എത്തുന്നുമുണ്ട്. മഞ്ഞ നിറമുള്ള ഈ പൂക്കൾക്ക് സുഗന്ധമുണ്ട്. പൂച്ചയുടെ നഖം പോലെയുള്ളതിനാലാണ് ക്യാറ്റ്സ് ക്ലോ എന്ന പേര് വന്നത്. ക്ഷീര കർഷക സഹകരണ സംഘത്തിലെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം വിവിധ ഇനത്തിലുള്ള ചെടികൾ വളർത്തുന്നത് വിനോദമാക്കി മാറ്റിയിരിക്കുകയാണ് ഉമാദേവി. പുരയിടം മുഴുവൻ ചെടികളുണ്ടെങ്കിലും ക്യാറ്റ്സ് ക്ലോ പൂക്കുന്നത് കാണാൻ പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ഉമാദേവി പറയുന്നു. ഇപ്പോൾ ഒരു 7 വർഷമായി ഇവിടെ വെച്ചിട്ട് ഒരു 5 വർഷമായിട്ട് സ്ഥിരം മാർച്ച് മാസത്തിൽ ഇത് പൂക്കും. നന്നായി പൂക്കും. ഇല കാണാണ്ട് പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കൊല്ലത്തിലൊരിക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു കൊല്ലം വരാൻ നമ്മൾ കാത്തിരിക്കും ഈ പൂ കാണാം. എല്ലാവരും ചോദിക്കും കൊല്ലത്തിലൊരിക്കലല്ലേ ഉണ്ടാവണുള്ളൂ വെട്ടിക്കളയാൻ. അപ്പം ഞാൻ പറയാം ആ ഒരു കൊല്ലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ കാണാൻ. TCV മാള. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ കടുത്ത വേനലിലും കിണറുകളിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 14-ാം വാർഡിൽ പള്ളത്തുകാട് ക്ഷേത്ര പരിസരത്താണ് പ്രതിഭാസമുണ്ടായിട്ടുള്ളത്. പ്രദേശത്തെ പൊതുകിണറ്റിലാണ് ജലനിരപ്പ് ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പരിസരത്തെ ചില വീടുകളിലെ കിണറുകളിലും ജലനിരപ്പ് ഉയർന്നതായി കണ്ടെത്തി. 20ഓളം റിംഗ് താഴ്ചയുള്ള വലിയ കിണർ ഇപ്പോൾ പകുതിയോളം നിറഞ്ഞ നിലയിലാണ്. വേനൽക്കാലത്ത് കിണറ്റിൽ പരമാവധി 3 റിംഗ് വെള്ളമാണ് ഉണ്ടാകാറുള്ളത്. പരിസരവാസികൾ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കിണറാണിത്. സംഭവത്തെക്കുറിച്ച് റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചതായി വാർഡ് കൌൺസിലർ MU ഷിനിജ പറഞ്ഞു. ഒരു 13ഓളം പൊതുകിണറുകളാണ് ഈ വാർഡിൽ തന്നെ ഉള്ളത് നഗരസഭയുടെ. അപ്പോൾ പള്ളത്തുകാട് ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ ഇന്നിപ്പോൾ രാവിലെയാണ് എന്നെ ഇവിടെ ഭാഗത്തുള്ളവർ വിളിച്ചത്. 2-3 ദിവസമായിട്ട് വെള്ളം ഇങ്ങനെ കുറച്ച് പൊന്തി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ശരിയാണ്. കാരണം ഈ ഒരു സമയത്ത് എല്ലാ കിണറുകളും വെള്ളം കുറവായി വറ്റിക്കിടക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പകുതിയിലധികം വെള്ളം ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ വില്ലേജുകാരായിട്ട് ബന്ധപ്പെട്ടിരുന്ന വില്ലേജ് ഓഫീസറും അവിടെ നിന്ന് വന്ന് നോക്കിയിട്ടുണ്ട്. അവർ താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം മുന്നാണ് വീണ്ടും വിളിച്ചത്. 2-3 വീടുകളിലത്തെ കിണറുകളിലും ഇതുപോലെ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവുമായി അക്ഷര വഴി താണ്ടുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറിയാകുന്നു. ലൈബ്രറിയുടെ 112ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഡിജിറ്റൽ ലൈബ്രറിയായുള്ള മാറ്റം. ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യ മുനിസിപ്പൽ ലൈബ്രറി എന്ന പദവി കൊടുങ്ങല്ലൂരിനാണ്. DSpace എന്ന ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുവഴി നഗരസഭയിലെ വിവിധ പദ്ധതി രേഖകൾ, കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം, ഇ-ബുക്സ്, ഇ-ജേർണൽസ് തുടങ്ങിയവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും. 13,800ഓളം പുസ്തകങ്ങളുണ്ട്. അത് പല കാറ്റഗറികളായി റെഫറൻസ് സെക്ഷനും ജനറൽ കളക്ഷനുമായിട്ട് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. 35 ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ ഡിജിറ്റൽ ഡാറ്റ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സൗകര്യം നമ്മളിപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഡിജിറ്റൽ ലൈബ്രറിയിൽ 2 സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എല്ലാം കളക്ട് ചെയ്ത് ഒരു
റെപ്പോസിറ്ററി ആയി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DSpace എന്ന ലൈബ്രറി സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ കളക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കാവിൽക്കടവിലെ നഗരസഭാ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1-ാം നിലയിൽ 4000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ജനറൽ ബുക്സ് ഏരിയ, റെഫറൻസ് ഏരിയ, കരിയർ കോർണർ, പീരിയോഡിക്കൽ ഏരിയ, ചിൽഡ്രൻസ് ഏരിയ, ഡിജിറ്റൽ ലൈബ്രറി എന്നിങ്ങനെ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ലൈബ്രറി സജ്ജമാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതുക ഫീസ് ഈടാക്കുമ്പോൾ മുനിസിപ്പൽ ലൈബ്രറി ഉദ്യോഗാർത്ഥികൾക്കായി സാധ്യതകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒട്ടനവധി വിദ്യാർത്ഥികൾ കൂട്ടായ പഠനത്തിനായി ലൈബ്രറി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ KML കളിക്കൂട്ടം എന്ന പേരിലുള്ള കുട്ടികളുടെ കൂട്ടായ്മയും ലൈബ്രറിയിൽ നടന്നു വരുന്നുണ്ട്. കോഹ ലൈബ്രറി സോഫ്റ്റ്വെയറിൽ ഫുള്ളി ഓട്ടോമേറ്റഡായാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ലൈബ്രറി പ്രവർത്തന സമയങ്ങളിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ലൈബ്രറി കാറ്റലോഗ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. TCV കൊടുങ്ങല്ലൂർ. CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിന് തുടക്കമായി. കാനണി ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ഹരിദാസൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PA രമേശൻ, VN സുർജിത്ത്, CK വിജയൻ, ഗീതാ ഭരതൻ, CG മോഹൻദാസ്, KV ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 31 വരെ ക്യാമ്പയിൻ തുടരും. നമ്മുടെ കൺമുന്നിലുള്ള മാലിന്യമുക്തം നവകേരളം പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി അധ്യക്ഷനായി. യോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വെയ് രാജ വെയ് നാടക ദിനങ്ങൾ എന്ന പേരിൽ അന്തിക്കാട് സംഘടിപ്പിക്കുന്ന നാടക പ്രദർശനത്തിന്റെ ലോഗോ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രകാശനം ചെയ്തു. CPM നേതാക്കളായ TV ഹരിദാസൻ, CK വിജയൻ, PA രമേശൻ, VN സുർജിത്ത്, AV ശ്രീവത്സൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുരോഗമന കലാ സാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നാടകം ഒരുക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചില കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ആസ്പദമാക്കിയ സ്വതന്ത്ര നാടകാവിഷ്കാരത്തിന്റെ രചന സിനിമാ നാടക പ്രവർത്തകൻ ജെയിംസ് ഏലിയാസും സംവിധാനം ഷൈജു അന്തിക്കാടുമാണ് നിർവഹിച്ചിരിക്കുന്നത്. 31ഓളം കലാകാരന്മാർ 40ഓളം വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സമകാലിക സാമൂഹിക അവസ്ഥയെ നാടകത്തിലൂടെ ആവിഷ്കരിക്കുന്നു. ഏപ്രിൽ 5, 6 തീയതികളിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നാടകം അരങ്ങേറുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 4,92,74,598 രൂപയും 1 കിലോ 655 ഗ്രാം 900 മില്ലിഗ്രാം സ്വർണവും 10 കിലോഗ്രാം 850 ഗ്രാം വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2000 രൂപയുടെ 18ഉം നിരോധിച്ച 1000 രൂപയുടെ 22ഉം 500ന്റെ 109 കറൻസിയും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ഈ ഭണ്ഡാരങ്ങളിൽ നിന്ന് 3,57,127 രൂപയും ലഭിച്ചു. പറപ്പൂക്കര നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, CU സന്തോഷ്, CD ജൂനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 12,14,789 രൂപയും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷവും ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. രണ്ട് തലമുറകളിലെ കുരുന്നുകളോടൊപ്പം പാട്ടും പറച്ചിലും കളിക്കൂട്ടുമൊക്കെയായി സേവനമനുഷ്ഠിച്ച ശേഷം വിരമിക്കുകയാണ് ആലപ്പാട് ചൈതന്യ അങ്കണവാടിയിലെ ലിസി ടീച്ചർ. 44 വർഷത്തെ സേവനം കൊണ്ട് കളിച്ചിരികളും കുഞ്ഞറിവുകളും പകർന്ന് ഈ ടീച്ചർ പരിപാലിച്ചത് 1000-ലേറെ കുരുന്നുകളെ.
1981 പ്രവർത്തനം ആരംഭിച്ച ആലപ്പാട് 5-ാം വാർഡിലെ അങ്കണവാടിയിലാണ് പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞയുടൻ ചാഴൂർ സ്വദേശിനി ലിസി വർക്കറായി ജോലിയിൽ ചേർന്നത്. 175 രൂപയായിരുന്നു മാസവേതനം. നാട്ടുകാരിൽ ഉദാരമതികളായ 2 പേർ വാടക വാങ്ങാതെ നൽകിയ കെട്ടിടങ്ങളിൽ 17 വർഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് അങ്കണവാടി ഇപ്പോഴത്തെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്. അങ്കണവാടിയുടെ പരിധിയിലുള്ള 278 കുടുംബങ്ങളിലെ 2 തലമുറകളിലെ ഒട്ടുമിക്കവരുടെയും കുഞ്ഞുനാളുകളിലെ പാട്ടും പഠിത്തവും കളികളും ഇവിടെയായിരുന്നു. ഇതുവരെയായി 1000-ലേറെ കുരുന്നുകളെ പരിപാലിക്കാൻ കഴിഞ്ഞുവെന്നത് ടീച്ചറുടെ മനസ്സിന് കുറച്ചൊന്നുമല്ല സന്തോഷം പകരുന്നത്. നാട്ടിലും വിദേശത്തുമായി കഴിയുന്ന ആദ്യകാല കുരുന്നുകളിൽ പലരുടെയും മക്കളും ഇവിടുത്തെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഇത്രയും കാലത്തെ സേവനത്തിനിടയിൽ 7 സഹായികൾ മാറി മാറി ഒപ്പമുണ്ടായിട്ടുണ്ട്. 14 കുരുന്നുകളെ നിലവിൽ ഇവിടെ ഉള്ളുവെങ്കിലും 40 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്ന വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ കുട്ടികളോടായിട്ടുള്ള ആത്മാർത്ഥത തന്നെ ഏറ്റവും വലിയ സന്തോഷം കൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും നോക്കി പോയില്ല. ഈ 44 വർഷം എൻ്റെ ഏപ്രിൽ 30 കഴിയും. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോടുള്ള അവരായിട്ടുള്ള ഒരു ഇതിൽ നമ്മുടെ എല്ലാം വീട്ടിലെ വിഷമങ്ങൾ, എന്ത് വിഷമങ്ങളായാലും ഇവിടെ വന്നാൽ നമ്മുടെ തീരും. അതുകൊണ്ട് എനിക്ക് ഈ ജോലിയോട് തന്നെയാണ് കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുതായാലും നമുക്ക് ജീവിതത്തിൽ കുറേ സ്നേഹം, കുറേ അവരൊക്കെ ഇപ്പോൾ വലുതായി നല്ല ജോലിക്കാരായി. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും അവർ നമ്മുടെ ഒരു ടീച്ചർ എന്നുള്ളൊരു വിളി, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ചാഴൂരിൽ നിന്നും വന്ന് ഈ നാടിനെയും ഇവിടുത്തെ കുരുന്നുകളെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിഞ്ഞ സംതൃപ്തിയോടെ 62 വയസ്സ് തികയുന്ന ടീച്ചർ അടുത്ത മാസം വിരമിക്കുകയാണ്. 4.5 പതിറ്റാണ്ടോളം നീണ്ട നിസ്വാർത്ഥ സേവനത്തിന് ഹൃദ്യമായ യാത്രയയപ്പിലൂടെ സ്നേഹവായ്പേകാൻ നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കൈപ്പറമ്പ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം നടന്നു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷ സംഗമം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ, വാർഡ് മെമ്പർമാരായ മിനി പുഷ്കരൻ, സുഷിത ഭാനീഷ്, സ്നേഹ സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശി ചെറിയത്ത് പാറുകുട്ടി അമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാനെ അദ്ദേഹത്തിന്റെ സ്വവസതിയിലെത്തിയും ആദരിച്ചു. എറവ് സെന്റ് തെരേസാസ് സ്കൂളിൽ ഗ്രാജുവേഷൻ ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോഷിൻ കൊക്കൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് നീതു ചാക്കോച്ചൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ MC ജോസഫ്, ചർച്ച് ട്രസ്റ്റി ജോയ് കുണ്ടുകുളം, PTA പ്രസിഡന്റ് സിമി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ഒരുമനിയൂർ പഞ്ചായത്ത് ഓർഗാനിക് ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കയ്യുമ്മു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രവീന്ദ്രൻ, ഫിലോമിന, മെമ്പർമാരായ ഹസീന അൻവാർ, നഷ്റ മുഹമ്മദ്, സിന്ധു അശോകൻ, നസീർ മൂപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. പെരുവല്ലൂർ ശ്രീ വിദ്യാമഠം മഹാകാളി അമ്മൻ ക്ഷേത്രത്തിൽ പടിയേറ്റ് നടന്നു. പടിയേറ്റു ചടങ്ങിൽ തന്ത്രിമാരായ വടക്കുംപാട്ട് മനയിലെ പരമേശ്വരൻ നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി, കാരന്ത് മനയിലെ പ്രവീൺ നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. എല്ലാ ദിവസവും രാവിലെ പൂജയ്ക്ക് ശേഷം ഇവിടെ വിദ്യാമ താമ്പൂല ജ്യോതിഷം നടത്തിവരുന്നുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ ബുധനാഴ്ച കാലത്ത് 9:30 കൊടിയേറ്റത്തോടെ ആരംഭിക്കും. വിദ്യാമഠം വിദ്യാമ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ലക്ഷാർച്ചന, മേളം, വെടിക്കെട്ട് എന്നിവയുമുണ്ടാകും. വൈകിട്ട് കേളി, തുടർന്ന് ദീപാരാധനയോടുകൂടി വാദ്യത്തോടുകൂടിയുള്ള ചുറ്റുവിളക്ക്, അന്നദാനം എന്നിവയുമുണ്ടാകും. അലങ്കാരങ്ങൾ, വിവിധ കലാരൂപങ്ങൾ, കാവടി, നാദസ്വരം എന്നിവ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ഉത്സവ ദിവസങ്ങളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തങ്ങളോടുകൂടിയ കലാപരിപാടികളും ഓട്ടംതുള്ളലും ഉണ്ടായിരിക്കും.
15-ൽ പരം ആചാര്യവര്യന്മാർ, ഗുരുശ്രേഷ്ഠന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, ബ്രഹ്മശ്രീ PC ഇളയത്, ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരാകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8185 രൂപ, പവന് 65,480 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3380 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പിടിയിലായി. കുപ്രസിദ്ധ മോഷ്ടാവ് ആലപ്പുഴ സ്വദേശി രാഹുലാണ് പിടിയിലായത്. മറ്റൊരു പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ ഒഴിവാക്കി ED കുറ്റപത്രം ഫയൽ ചെയ്തു. 23 പേരെ പ്രതികളാക്കിയാണ് കലൂർ PLM കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചത്. EDയുടെ അന്തിമ കുറ്റപത്രം സത്യത്തെ കുഴിച്ചുമൂടുന്നതാണെന്ന് CPM. ED രാഷ്ട്രീയം കളിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ചാവക്കാട് മണത്തലയിൽ ടോറസ് ലോറിയുടെ പുറകിൽ സ്കൂൾ ബസ്സിടിച്ച് 21 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചാവക്കാട് നാഷണൽ ഹുദ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മീനഭരണിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. തൃച്ചന്ദന ചാർത്തും അശ്വതികാവ് തീണ്ടലും ഈ മാസം 31-ന്. ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങുന്നു. ഇറിഡിയം നിക്ഷേപ തട്ടിപ്പ് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നഗരസഭാ കൌൺസിലർ TK ഷാജു നിരാഹാര സമരത്തിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.